ഹലോ, നമസ്കാരം. എല്ലാവർക്കും ബയോസ്റ്റിന്റെ HSA നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. മൊഡ്യൂൾ സെക്കൻഡ് ഫിസിയോളജിയിലെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെടാം. ശരീരത്തിലെ മുഴുവൻ ഭാഗത്തിലൂടെയും വിസർജനം നടത്തുന്ന ജലാശയ ജീവി ഏത്? ജെല്ലി ഫിഷ്. ജെല്ലി ഫിഷ് മാത്രമല്ല, അമീബയും എക്സാമ്പിളായിട്ട് പറയാം. മത്സ്യങ്ങൾ പുറന്തള്ളുന്ന വിസർജന വസ്തുവാണ് അമോണിയം അയോൺ. മനുഷ്യനിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്നത് കരളിലാണ്. കരയിലെ ഉഭയജീവികളുടെയും തരുണാസ്തി മത്സ്യങ്ങളുടെയും വിസർജന വസ്തുവാണ് യൂറിയ. ഷഡ്പദങ്ങളുടെ വിസർജന വസ്തു യൂറിക് ആസിഡ്. അമീബ, പാരമീസിയം തുടങ്ങിയ ജീവികളിലെ വിസർജന അവയവമാണ് സങ്കോചഫേനം അഥവാ കോൺട്രാക്റ്റൈൽ വാക്യൂൾ. ഹെല്ലിയുടെ ലൂപ്പ് അഥവാ ഹെല്ലീസ് ലൂപ്പ്, ഡക്ട് ഓഫ് ബെൽനി ഇവ കാണപ്പെടുന്നത് നെഫ്രോണിലാണ്. നെഫ്രോണിന്റെ ഹെല്ലി വലയഭാഗത്തുള്ള നിർഗമധമനിയുടെ ശൃംഖലാജാലത്തിന് എന്ത് പേര് പറയുന്നു? വാസ റെക്ട. വൃക്കയിലെ റീനൽ പിരമിഡിന്റെ ഇടയിലുള്ള ഭാഗത്തിന് കോളംസ് ഓഫ് ബെർട്ടിനി എന്നറിയപ്പെടുന്നു. ഓഗ്മെന്റേഷൻ എന്നത് ട്യൂബുലർ സെക്രീഷൻ ആണ്. ഇത് കഴിഞ്ഞ HSA പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. മെക്കാനിസം ഓഫ് യൂറിൻ ഫോർമേഷനിൽ വരുന്ന ഭാഗമാണ് ട്യൂബുലർ സെക്രീഷൻ. വൃക്കയിലൂടെയുള്ള രക്തപ്രവാഹത്തിന്റെ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന എൻസൈം ഏത്? റെനിൻ. ആരോഗ്യവാനായ ഒരാളിൽ ഒരു മിനിറ്റിൽ വൃക്ക അരിച്ചു മാറ്റുന്ന GFR അളവ്, അതായത് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് റേറ്റ്, 125 മില്ലിലിറ്റർ ആണ്. ആരോഗ്യവാനായ ഒരാളിൽ ഒരു ദിവസം ഉണ്ടാകുന്ന GFR 180 ലിറ്റർ ആണ്. ഹെല്ലി വലയത്തിലൂടെ ഫിൽട്രേറ്റും വാസാരക്തയിലൂടെ രക്തവും എതിർ ദിശയിൽ ഒഴുകുന്നതിനെ വിരുദ്ധ പ്രവാഹ സംവിധാനം അഥവാ കൗണ്ടർ കറന്റ് സിസ്റ്റം എന്നറിയപ്പെടുന്നു. മൂത്രത്തിൽ യൂറിയ കൂടുന്ന അവസ്ഥയാണ് യുറീമിയ. വാസോപ്രസിൻ അഥവാ ADH ഹോർമോൺ അമിതമായി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഒഡീമ. വാസോപ്രസിന്റെ കുറവ് മൂലം മൂത്രത്തിലൂടെ അമിതമായി ജലം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അഡ്രിനൽ കോർട്ടക്സിന് ഉത്തേജനം നൽകി ആൾഡോസ്റ്റിറോൺ എന്ന ഹോർമോണിന്റെ ഉൽപാദനത്തിന് കാരണമാകുന്ന പ്രോട്ടീനാണ് ആൻജിയോടെൻസിൻ സെക്കൻഡ്. യുറീമിയ പരിഹരിക്കുന്ന രീതിയാണ് ഹീമോ ഡയാലിസിസ്. ഡയാലിസിസിൽ ഉപയോഗിക്കുന്ന സെലോഫോൺ ട്യൂബ് നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് സാന്തേറ്റ് കൊണ്ടാണ്. വൃക്ക മാറ്റിവയ്ക്കലിൽ അവയവം നിരസിക്കുന്നതിന് തടയാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു രോഗപ്രതിരോധ മരുന്നാണ് സൈക്ലോസ്പോറിൻ. പേശികളിലെ സാർക്കോമിയർ ഭാഗം എന്നറിയപ്പെടുന്നത് 2 ഇസഡ് ലൈനുകളുടെ ഇടയിലുള്ള ഭാഗമാണ് ഒരു സാർക്കോമിയർ എന്നറിയപ്പെടുന്നത്. ഇത് കഴിഞ്ഞ HSA പരീക്ഷയിലെ ക്വസ്റ്റ്യൻ ആണ്. ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടേസ് മാക്സിമസ്. ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി സ്കേപ്പിഡിയസ്. ഭ്രൂണത്തിന്റെ ബാഹ്യപാളിയിൽ നിന്നും ഉണ്ടാകുന്ന പേശികളാണ് സീലിയറി പേശികളും ഇറിഡിയൽ പേശികളും. ബാക്കിയുള്ളവ ഭ്രൂണത്തിന്റെ മധ്യപാളിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. മരണത്തിന് തൊട്ടു പിന്നാലെ ഉണ്ടാകുന്ന ശരീരത്തിന്റെ മരവിപ്പാണ് റിഗർ മോർട്ടിസ്. പേശി ക്ലമത്തിന് കാരണമാകുന്നത് ഗ്ലൂക്കോസിന്റെ അവായു വിഘടനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡ്. ഗ്ലൂക്കോസ് അനേറോബിക് റെസ്പിറേഷൻ നടത്തുമ്പോൾ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടും. അതിന്റെ ഫലമായിട്ടാണ് പേശി ക്ലമം ഉണ്ടാകുന്നത്. പേശി കോശത്തിന് ഓക്സിജൻ എത്തിക്കുന്ന ചുവന്ന വർണ്ണവസ്തുവാണ് മയോഗ്ലോബിൻ. നോഡ് ഓഫ് റാൻവിയർ എന്ന വിടവ് കാണപ്പെടുന്നത് നാഡീകോശത്തിലെ ആക്സോണിലാണ്. ന്യൂറോണിലെ ആക്സോണിന്റെ ഭാഗത്താണ് നോഡ് ഓഫ് റാൻവിയർ എന്ന വിടവ് കാണപ്പെടുന്നത്. 10ാം ശിരോനാഡിയെ വാഗസ് എന്നറിയപ്പെടുന്നു. കണ്ണ് ചിമ്മുന്നത് ഏത് തരം റിഫ്ലക്സ് ആണ്? സെറിബ്രൽ റിഫ്ലക്സ് ആണ്. EEG കണ്ടുപിടിച്ചത് ഹാൻസ് ബർഗർ എന്ന സയന്റിസ്റ്റ് ആണ്. പാർക്കിൻസൺ രോഗത്തിന് കാരണമാകുന്ന പ്രോട്ടീനാണ് ആൽഫ സൈനുക്ലൈൻ. പീയൂഷഗ്രന്ഥി കാണപ്പെടുന്ന തലച്ചോറിലെ അസ്ഥിപേടകമാണ് സെല്ല ടർസിക. പീയൂഷഗ്രന്ഥി എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. പീയൂഷഗ്രന്ഥിയുടെ മുൻതളം എന്നറിയപ്പെടുന്നത് പാർസ് ഡിസ്റ്റാലിസ്. മുതിർന്നവരിൽ അമിതമായുള്ള വളർച്ചാ ഹോർമോൺ ഉൽപാദനം മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് അക്രോമെഗലി. പീയൂഷഗ്രന്ഥിയുടെ ഏത് ഭാഗമാണ് മെലാനോസൈറ്റ് ഉത്തേജക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്? അത് പാർസ് ഇന്റർമീഡിയാണ്. പീയൂഷഗ്രന്ഥിയുടെ പിന്തളം എന്നറിയപ്പെടുന്നത് പാർസ് നെർവോസയാണ്. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകൾ ശേഖരിക്കുന്നത് പാർസ് നെർവോസയിലാണ്. പ്രസവ സമയത്ത് ഗർഭാശയ സങ്കോചത്തിന് കാരണമാകുന്ന ഹോർമോൺ അത് ഓക്സിറ്റോസിനാണ്. ശരീരത്തിന്റെ 24 മണിക്കൂർ ദിനതാളക്രമം ക്രമീകരിക്കുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ. മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നതും പീനിയൽ ഗ്രന്ഥിയാണ്.
തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോണായ തൈറോക്സിൻ ഉൽപാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ക്രെട്ടിനിസം. ഇത് കഴിഞ്ഞ 2016 HSAയിലെ ക്വസ്റ്റ്യൻ ആണ്. മുതിർന്നവരിൽ തൈറോക്സിന്റെ തുടർച്ചയായ കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് മിക്സഡിമ. അമിതമായ തൈറോക്സിന്റെ ഉൽപാദനം മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ അഥവാ ഗ്രേവ്സ് രോഗം. കാൽസ്യത്തിന്റെ ക്രമീകരണത്തിന് കാരണമാവുന്ന കാൽസിട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് തൈറോയിഡ്. മുതിർന്ന ആളുകളുടെ അസ്ഥികൾക്ക് കാഠിന്യം കൂടുതൽ അനുഭവപ്പെടാനുള്ള കാരണം കാൽഷ്യം ലവണങ്ങളാണ്. ഇതും 2016 HSA ക്വസ്റ്റ്യൻ ആണ്. ശൈശവ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് അത് തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈമോസിനാണ്. അഡ്രിനൽ മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ പൊതുവായി അറിയപ്പെടുന്ന പേരാണ് കാറ്റക്കോളമൈൻസ്. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ. ജലത്തിന്റെയും ഇലക്ട്രോലൈറ്റിന്റെയും സന്തുലനാവസ്ഥ ക്രമീകരിക്കുന്ന അഡ്രിനൽ കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ആൾഡോസ്റ്റിറോൺ. അഡ്രിനൽ കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അഡിസൺസ് രോഗം. അഡിസൺസ് രോഗത്തിന്റെ കാരണം ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന്റെ അളവ് കുറയുന്ന മൂലം. അതായത് നേരത്തെ പറഞ്ഞു അഡ്രിനൽ കോർട്ടക്സ് ഉണ്ടാക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ഇതിന്റെ അളവ് കുറയുന്ന മൂലം ഉണ്ടാകുന്ന അസുഖമാണ് അഡിസൺസ് രോഗം. ഇത് കഴിഞ്ഞ HSA പരീക്ഷ വെച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ചോദ്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ്. കാരണം ആൾഡോസ്റ്റിറോൺ എന്നത് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് അല്ല, പകരം മിനറലോകോർട്ടിക്കോയിഡ്സ് ആണ്. എന്നാൽ കോർട്ടിസോൾ എന്ന ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൻ്റെയും ആൾഡോസ്റ്റിറോണിൻ്റെയും അഭാവത്തിലാണ് സാധാരണഗതിയിൽ ഈ ഒരു അസുഖം ഉണ്ടാകുന്നത്. അതുകൊണ്ടായിരിക്കാം ഓപ്ഷനിൽ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൻ്റെ അളവ് കുറയുന്നത് മൂലം എന്ന് ഓപ്ഷനിൽ വന്നത്. സൊമാറ്റോസ്റ്റാറ്റിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയ ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ പാൻക്രിയാസ് ആണ്. അതിന്റെ കോശം ഏത് കോശമാണ് സൊമാറ്റോസ്റ്റാറ്റിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? ഡെൽറ്റ കോശങ്ങൾ. സ്ത്രീ അനുബന്ധ സ്വഭാവങ്ങൾ, ലൈംഗിക അവയവ വികാസം എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ. പാലുൽപാദനം, ഗർഭാവസ്ഥ നിലനിർത്തുക എന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊജസ്റ്ററോൺ. അണ്ടോൽപാദന ശേഷം ഉണ്ടാകുന്ന കോർപ്പസ് ലൂട്ടത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പ്രൊജസ്റ്ററോൺ. പുരുഷന്മാരിൽ ആൻഡ്രോജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കോശമാണ് ലെയ്ഡിക് കോശം. ലെയ്ഡിക് സെൽ എന്നറിയപ്പെടുന്ന ലെയ്ഡിക് കോശം. പുംബീജത്തിന്റെ പോഷണത്തിന് സഹായിക്കുന്ന കോശങ്ങളാണ് സെർട്ടോളി സെൽസ് അഥവാ സെർട്ടോളി കോശങ്ങൾ. ഹൃദയത്തിന്റെ ഏട്രിയൽ ഭിത്തിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പെപ്റ്റൈഡ് ഹോർമോണാണ് ANF. ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുവാൻ സഹായിക്കുന്നു. വൃക്കയുടെ ജെക്സ്റ്റാ ഗ്ലോമറുലർ കോശത്തു നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പെപ്റ്റൈഡ് ഹോർമോണാണ് എറിത്രോപോയറ്റിൻ. ഇത് RBCയുടെ ഉൽപ്പാദനം സഹായിക്കുന്നു. മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ തോത് നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് തൈറോയിഡ്. ഗ്ലൂക്കഗോൺ നിർമ്മിക്കുന്ന ആഗ്നേയ ഗ്രന്ഥിയിലെ കോശമാണ് ആൽഫ കോശം. പെർനീഷ്യസ് അനീമിയയ്ക്ക് കാരണം വിറ്റാമിൻ B12 കുറവാണ്. ഇത് കഴിഞ്ഞ HSA ക്വസ്റ്റ്യൻ ആണ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ബെറിബെറി രോഗത്തിന്റെ കാരണം വിറ്റാമിൻ B1 അഥവാ തൈമിന്റെ കുറവാണ്. പെല്ലഗ്ര രോഗത്തിന് കാരണം വിറ്റാമിൻ B3 കുറവാണ്. പരസ്റ്റേഷ്യ എന്ന രോഗത്തിന് കാരണം വിറ്റാമിൻ B5 കുറവാണ്. ജീവകം H അഥവാ ബയോട്ടിൻ എന്നറിയപ്പെടുന്നത് B7 ആണ്. സ്കർവിക്ക് കാരണം വിറ്റാമിൻ സിയുടെ കുറവ്. കണ അഥവാ റിക്കറ്റ്സിന് കാരണം വിറ്റാമിൻ ഡിയുടെ കുറവ്. ഉന്തിയ വയർ, തുറിച്ച കണ്ണുകൾ, നീർക്കെട്ട് ബാധിച്ച കാലുകൾ എന്നിവ ഏത് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്? ക്വാഷിയോക്കർ. ഇത് HSA 2016 ക്വസ്റ്റ്യൻ ആണ്. രക്തം കട്ട പിടിക്കുന്ന സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ K. ഇതും 2016 HSA ക്വസ്റ്റ്യൻ ആണ്. രക്തബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രേറ്റ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ. രോഗപ്രതിരോധം നിയന്ത്രിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഗ്ലോബുലിൻ. രക്തചംക്രമണം കണ്ടെത്തിയത് വില്യം ഹാർവി. ചെമ്മീനിൽ പ്ലാസ്മയിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹീമോസയൻ. ഇതിന് അടങ്ങിയിരിക്കുന്ന ലോഹമാണ് കോപ്പർ. രക്തം കട്ട പിടിക്കാൻ വേണ്ട ഘടകങ്ങൾ ഇല്ലാത്ത പ്ലാസ്മയുടെ ഭാഗമാണ് സിറം എന്നറിയപ്പെടുന്നത്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പാണ്. RBCയുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹ അല്ലെങ്കിൽ സ്പ്ലീൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹമാണ് കാൽസ്യം. രക്തഗ്രൂപ്പ് AB എന്ന ഗ്രൂപ്പ് കണ്ടെത്തിയത് സ്റ്റർലി എന്ന സയന്റിസ്റ്റാണ്. സാർവത്രിക സ്വീകർത്താവ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് AB പോസിറ്റീവാണ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്നത് O- ആണ്. അത് യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് O- ഗ്രൂപ്പാണ്. ബണ്ടിൽ ഓഫ് ഹീസ് എന്നറിയപ്പെടുന്നത് AV നോഡിൽ നിന്ന് തുടങ്ങുന്നതാണ്. ഇത് കഴിഞ്ഞ HSA പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ്. ECGയുടെ പിതാവ് ഇന്തോവൻ. ECGയിലുള്ള തരംഗങ്ങളുടെ എണ്ണം 3.
ഏട്രിയത്തിലെ വൈദ്യുത ഉത്തേജനത്തെ അഥവാ വൈദ്യുത ചാർജുകളുടെ ധ്രുവീകരണത്തെ സൂചിപ്പിക്കുന്ന തരംഗമാണ് പി തരംഗം. വെൻട്രിക്കിളിന്റെ വൈദ്യുത ചാർജുകളുടെ ധ്രുവീകരണത്തെ സൂചിപ്പിക്കുന്ന തരംഗമാണ് QRS തരംഗം. ഹൃദയ അറകൾക്കും ഹൃദയപേശികൾക്കും ഇടയിലുള്ള രക്തപര്യനമാണ് കൊറോണറി പര്യനം. രക്തധമനികൾക്ക് അകത്ത് കടത്തുന്ന പ്ലാസ്റ്റിക് കുഴലുകളാണ് കത്തീറ്റർ. കൃത്രിമ പേസ്മേക്കറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിൽസൺ ഗ്രേറ്റ് ബാച്ചർ. ഹൃദയത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് പേസ്മേക്കർ. ഹൃദയ അറകൾ ചുരുങ്ങുന്നതിനെ സിസ്റ്റോൾ എന്നും ഹൃദയ അറകൾ വികസിക്കുന്നതിനെ ഡയസ്റ്റോൾ എന്നും പറയുന്നു. മനുഷ്യരിൽ ശ്വസന കേന്ദ്രമായ പോൻറ്റൈൻ കേന്ദ്രം കാണപ്പെടുന്നത് പോൺസ് വറോളിയിൽ. സാധാരണ ഉച്ഛ്വാസത്തിലൂടെയോ നിശ്വാസത്തിലൂടെയോ ഉള്ളിലേക്കോ പുറത്തേക്കോ എടുക്കുന്ന വായുവിന്റെ അളവാണ് ടൈഡൽ വ്യാപ്തം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത് മൊഡ്യൂൾ സെക്കൻഡിലെ ഫിസിയോളജിയിലെ മാത്രം 100 ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടെ ഉൾപ്പെടുത്തി പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ.